കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിലും സങ്കടവും നിരാശയും വേദനയും എല്ലാം ഉണ്ടാവില്ലേ? അതെ, നമ്മുടെ ജീവിതമാകുന്ന ഈ ബോക്സിൽ കണ്ടോ, ഈ ബോക്സ് ശൂന്യമാണ്. എന്നാൽ ഈ നിരാശയും സങ്കടവും ശൂന്യതയിലും ഈശോ പറയുന്ന ഒരു വചനമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാം വാക്യത്തിൽ എന്താ പറയണേ? വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. അതേ മക്കളെ, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. നമ്മൾ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ നിന്നും ദൈവത്തിന് കാണിക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ എന്ത് ചെയ്താലാണ്? വിശ്വസിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നിരാശ മാറ്റി പ്രത്യാശ വരും. ദൈവത്തിൻ്റെ മഹത്വം അങ്ങനെ നമുക്ക് വിശ്വാസത്തിലൂടെ കാണാനായിട്ട് സാധിക്കും. മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നിരാശയും സങ്കടവും വരുമ്പോൾ തളർന്നു പോകരുത്. ഈശോയുടെ വചനം ആവർത്തിക്കണം. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്നുള്ള വചനം ആവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കും. മക്കളെ, നമുക്ക് വിശ്വസിക്കാം. ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ നമുക്ക് കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. അങ്ങനെ വിശ്വാസമാകുന്ന നമ്മുടെ ജീവിതത്തിൽ, പ്രത്യാശയാകുന്ന ജീവിതത്തിൽ നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വമാകുന്ന അത്ഭുതം ദർശിക്കാൻ നമുക്ക് കാത്തിരിക്കാം. അതുകൊണ്ട് നമുക്ക് ഈ വചനത്തിൽ ആഴപ്പെട്ട് ജീവിക്കാം. എല്ലാവർക്കും വിശ്വാസത്തിലേക്ക് വന്ന് ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് നന്ദി.